നാട്ടിൽ പലയിടത്തും നിങ്ങൾ ഇതുപോലെയുള്ള ക്യാമറകൾ കണ്ടിട്ടുണ്ടാവും. പലരുടെയും തെറ്റിദ്ധാരണ ഇതൊക്കെ AI ക്യാമറകളാണെന്നാണ്. എന്നാൽ ഇതൊന്നും ഒരിക്കലും MVD സ്ഥാപിച്ചിട്ടുള്ള AI ക്യാമറകളല്ല. എന്നാൽ കേരളത്തിലുടനീളം MVD സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ AI ക്യാമറകളും ലൊക്കേഷൻ സഹിതം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും AI ക്യാമറകളുണ്ടോ എന്ന് കണ്ടെത്താനും മുൻകരുതൽ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പലരുടെയും പ്രശ്നം QR കോഡ് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരാൻ അറിയില്ല, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് വരാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കായിട്ട് വളരെ സിമ്പിളായ ഒരു പുതിയ ഓപ്ഷൻ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. മറ്റുള്ളവർക്കായി സാധാരണ പോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. ഇനി യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ കേരളത്തിലുടനീളം MVD സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ AI ക്യാമറകളും എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ വെബ്സൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വലത് ഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MVD AI ക്യാമറ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ആഡ് എന്ന ബട്ടണിലേക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ മുന്നിലെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ഹോം സ്ക്രീൻ ഇങ്ങനെ നീക്കി നോക്കാം. എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് MVD AI ക്യാമറ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും AI ക്യാമറ ഉണ്ടെങ്കിൽ അത് മാപ്പ് വഴി നോക്കാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഇതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റ് തന്നെയാണ് ഓൺ ആവുക. ഈ വെബ്സൈറ്റ് എന്തിനാണ് ഓൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് പോയാൽ മതി. എങ്കിൽ മാത്രമേ ലിങ്ക് ലോഡ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിങ്ക് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ മാപ്പ് മെത്തേഡ് 1 എന്നും ഗൂഗിൾ മാപ്പ് മെത്തേഡ് 2 എന്നും 2 ഓപ്ഷൻ കാണാം. ഇതിൽ ഗൂഗിൾ മാപ്പ് മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ഗൂഗിൾ മാപ്പ് മെത്തേഡ് 2 ശ്രമിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പ് മെത്തേഡ് 1 ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ചിലർക്ക് ഇതുപോലെ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. കനോട്ട് ഓപ്പൺ മാപ്പ് എന്ന എറർ കാണിച്ചാൽ നിങ്ങൾ ഇവിടെ ട്രൈ അഗൈൻ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കേരള MVD AI ക്യാമറ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഇത് ഓൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ, ജസ്റ്റ് ആ ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരളത്തിലുള്ള മുഴുവൻ AI ക്യാമറയുടെയും ലൊക്കേഷൻ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ തൊട്ടടുത്തൊന്നും AI ക്യാമറകളില്ല. AI ക്യാമറ ഉള്ളതൊക്കെ നമുക്ക് ഇതുപോലെ വയലറ്റ് നിറത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ടൗൺ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഏരിയയിൽ AI ക്യാമറകളുണ്ട്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൽ, ഇപ്പോൾ ഈ റോഡിലാണ് AI ക്യാമറ ഉള്ളത്. ഞാൻ ഇവിടെ പോയിട്ട് AI ക്യാമറ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഹൈവേയിലേക്ക് വന്നിട്ട് ആ ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു AI ക്യാമറ ഉണ്ട്, 200 മീറ്റർ അകലെ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇടത്ത് നിന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത AI ക്യാമറ ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ആ വയലറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടേക്ക് പോകേണ്ട ഡിസ്റ്റൻസ് കാണിച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മാപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകേണ്ട വഴി കാണിച്ചു തരും. AI ക്യാമറ എവിടെയാണുള്ളതെന്ന് കൃത്യമായ ലൊക്കേഷൻ കാണിച്ചു തരും. നിങ്ങൾക്ക് അടുത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പോകണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി എത്ര മീറ്റർ ഉണ്ട് AI ക്യാമറ എത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് എത്തുന്ന സമയത്ത് AI ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മാപ്പ് ഡീറ്റെയിൽസും തരും. ഇടതു ഭാഗത്താണോ വലതു ഭാഗത്താണോ ക്യാമറ ഉള്ളത് എന്നുള്ള കറക്റ്റായ ഡീറ്റെയിൽസും നമുക്ക് തരുന്നതാണ്. ഓക്കെ, എൻ്റെ ഇടതു ഭാഗത്ത് ഞാൻ AI ക്യാമറ കണ്ടു. അവിടെയാണ് AI ക്യാമറ ഉള്ളത്. ഞാനത് അടുത്തെത്തട്ടെ. ഇതുപോലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എവിടെയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത്. ഓക്കെ, ഇതാണ് AI ക്യാമറ. വളരെ കൃത്യമായിട്ട് എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് മാപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടും QR കോഡ് സ്കാൻ ചെയ്തിട്ടൊന്നും ഈ വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഉണ്ടല്ലോ, ഈ ക്രോം ബ്രൗസർ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ അഡ്രസ് ബാർ ഉണ്ടല്ലോ, ഇവിടെ സെർച്ച് ചെയ്യുന്നത്, ആ അഡ്രസ് ബാറിൽ നിങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യണം. കുറച്ച് പണിയുണ്ട് ടൈപ്പ് ചെയ്യാൻ. TECH ഡോട്ട്, അതായത് ടെക്ക് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ജോബ് വേൾഡ്, അത് ഒരുമിച്ചാണ്. ഫ്രഷ് ജോബ് വേൾഡ് സ്പെല്ലിങ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഡോട്ട് കഴിഞ്ഞിട്ട് COM, അതായത് ടെക് ഡോട്ട് എന്ന് എഴുതിയതിന് ശേഷം ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതാം. ശേഷം വീണ്ടും ഡോട്ട്, അതിനുശേഷം കോം എന്ന് എഴുതിയിട്ട് എൻ്റർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഇപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റർ ഉണ്ട് AI ക്യാമറേൻ്റെ. നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൈറ്റിലേക്ക് വരുന്നതെങ്കിൽ ഇത് അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇടതുഭാഗത്തായിട്ടൊരു 3 ലൈൻസ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ MVD എന്ന് സെർച്ച് ചെയ്താൽ മതി. MVD എന്ന് എഴുതി സെർച്ച് ചെയ്താൽ ഈ പോസ്റ്റർ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശേഷം താഴെ കാണുന്ന റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.